الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക നിയന്താവായ രക്ഷിതാവായ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ദുൽഹിജ മാസത്തിൽ നടന്നു. അത് കഴിഞ്ഞ് ഹാജിമാർ മക്കയിൽ നിന്ന് മടങ്ങി. അതോടുകൂടി ഹിജറ വർഷത്തിന്റെ അവസാനവും ആ വർഷത്തെ ഹിജറയും കഴിഞ്ഞു. ഹിജറ വർഷത്തിന്റെ അവസാന മാസവും കഴിഞ്ഞു. ഇനി നമ്മൾ ഹിജറ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസം കൂടിയാണ്. ഹിജറ വർഷത്തിന്റെ ആരംഭം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇഫ്തഹ അസ്സനത ബിശഹ്രിൽ ഹറാമി വഖ്തതമഹ ബിശഹ്രിൽ ഹറാം. പരിശുദ്ധമായ ഒരു മാസം കൊണ്ടാണ് ഹിജറ വർഷം തുടങ്ങുന്നത്. പരിശുദ്ധമായ ഒരു മാസം കൊണ്ടാണ് ആ ഹിജറ വർഷം അവസാനിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും ഓരോ സമയവും ഓരോ മാസവും ഓരോ വർഷവും ഒക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ഒരു സമയവും ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയുന്നില്ല. പാഴാക്കാൻ പാടില്ലാത്ത ആളുകളാണ് നമ്മൾ. കാരണം കഴിഞ്ഞ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചു, നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ ഒരു സ്ഥലത്തും നമ്മൾ വെറുതെ ഇരുന്ന് സമയം പാഴാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ അലക്ഷ്യമായി കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളല്ല നമ്മളാണ്. നമ്മളൊക്കെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് അങ്ങനെ പോവാണ്.
ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അക്കൗണ്ടബിൾ ആണ്, ചോദ്യം ചെയ്യുന്നവരാണ്. ഈ സമയം അത്രയും ചെയ്തതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളാണ് എന്ന ബോധ്യമാണ് നമ്മളെ ഇങ്ങനെ സജീവമാക്കി നിലനിർത്തുന്നത്. അപ്പൊ നമുക്ക് സമയവും മാസവും വർഷവും ഒക്കെ നമുക്കൊരു അനുഗ്രഹമാണ്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ജൂതന്മാരുണ്ടാക്കിയിട്ടുള്ള ഷിയാക്കളുമൊക്കെ ഈ ഒരു പവിത്രമായ മാസത്തെ പോലും മോശമായി കാണുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഈ മുഹറം മാസത്തിൽ ചില ആളുകൾ വിവാഹം നിശ്ചയിക്കുകയാണ്. വിവാഹത്തിന് ഒരാണും ഒരു പെണ്ണും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു യോജിപ്പിലെത്തുക എന്നത് റബ്ബിന്റെ ഒരു തൗഫീഖാണ്. രണ്ട് ഹൃദയങ്ങളെ യോജിപ്പിക്കുക, അതൊരു അനുഗ്രഹമാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന നിശ്ചയങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ഒരു ഡേറ്റ് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ഈ മുഹറം മാസത്തിൽ പറ്റില്ല. അത് നഹ്സാണ്, അത് ശകുനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാസത്തിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് ചിലർ. ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെ ഒരു ഗേഹമാണ്. തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വിശ്രമിച്ച് ആ രാത്രി വിശ്രമിക്കാനുള്ളത് സമാധാനത്തോടു കൂടി വിശ്രമിക്കുക, തന്റെ ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ കാണുമ്പോ കൺകുളിർമയുണ്ടാവുക, ഇതൊക്കെ ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു വിശ്വാസിക്ക് കിട്ടുന്ന വലിയ മഹാഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരു വീടായി കിട്ടിയാൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നത് ഈ മുഹറം മാസത്തിൽ പറ്റില്ല. അത് ഒരു വല്ലാത്തൊരു പ്രയാസമുള്ള സംഗതിയായി മാറും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സമയത്തിന് ശകുനം, ഏതെങ്കിലും ഒരു മാസത്തിന് ശകുനം, ഏതെങ്കിലും ഒരു വർഷത്തിന് ഒരു ശകുനം, അങ്ങനെ ഉണ്ടോ? വിശ്വാസികളെ, വിശ്വാസിനികളെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല, മുസ്ലിമിന്റെ അടുത്തില്ല. പക്ഷെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് പിന്നീട് ഇതൊക്കെ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നീട് ഈ ചിന്ത കടന്നു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂതന്മാർ, അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അതിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ബിദ്അത്തുകൾ, അതുവഴി ഉണ്ടായിട്ടുള്ള ഒരു സമൂഹം. ആ സമൂഹമാണ് ഖബറുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം മുഹറം മാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആചാരങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊണ്ടോട്ടിയിലൊക്കെ ഉള്ള ആളുകൾ ഈ അടുത്ത് കഴിഞ്ഞ നേർച്ചയിൽ പോലും അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും പറ്റി വാഴ്ത്തി പാടിയതൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ എങ്ങനെ അത് വരുന്ന വഴി നോക്കൂ. ഷിയായിസത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ നാടുകളിലൂടെ കയറി വരികയാണ്. എന്നിട്ട് അവര് പലപ്പോഴും ഇത്തരം ദിവസങ്ങളെയും സമയങ്ങളെയും ഒക്കെ അതൊക്കെ നഹ്സിന്റെ ഒരു അശുഭ ലക്ഷണത്തിന്റെ ദിവസങ്ങളായി, മാസങ്ങളായി കണക്കാക്കാൻ അത് മെല്ലെ മുസ്ലിങ്ങളിലേക്കും കയറി വരിക. ഒരു മുസ്ലിമിന്റെ ചിന്ത എന്താ? ഏത് വിഷയത്തിലും നമ്മുടെ ചിന്ത എന്താ? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എഴുതിട്ട് വെക്കണം. നമ്മൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ആരും വിചാരിക്കണ്ട, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ നിൽപ്പ്, എനിക്ക് വീടുണ്ട്, ജോലിയുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ട്, അത് അള്ളാഹുവിന്റെ ഒരു നോട്ടം എവിടേക്കോ ഒന്ന് പാളിയപ്പോ ഞാൻ കഴിച്ചതായി നിൽക്കുകയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. എനിക്ക് ഈ സമ്പത്ത് മുഴുവനും കിട്ടിയത്, എനിക്ക് ഈ അധികാരം മുഴുവനും കിട്ടിയത്, എനിക്ക് ഇപ്പൊ കിട്ടിയ നിഅ്മത്തുകളൊക്കെ
പടച്ചതമ്പുരാൻ ആർക്കോ കൊടുത്തപ്പോ എന്നിലേക്ക് വന്നു പോയതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. റബ്ബ് കണക്കാക്കിയതാണ്. എനിക്കൊരു രോഗം, എന്റെ വീട്ടിലൊരു അസുഖം, എന്റെ വീട്ടിൽ മാറാത്ത ഒരു അസുഖം, അത് അള്ളാഹു ആർക്കോ കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കണ്ടപ്പോ എന്റെ തലയിൽ കിട്ടതാണ് എന്നും വിചാരിക്കേണ്ടതില്ല. നമുക്ക് ഒന്നും ബാധിക്കുന്നില്ല. അള്ളാഹു അത് നമുക്ക് എഴുതി വെച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ പൂർണ്ണ ബോധ്യത്തിലാണ് അതൊക്കെ ഉള്ളത്. നമുക്കൊന്നും വഴിതെറ്റി വന്നതല്ല. എന്റെ അടുത്തേക്ക് ഒരു 5 രൂപ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് എഴുതി വെച്ചതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു രോഗം, ഒരു നഷ്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് തീരുമാനിച്ചു വെച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരികളെ, അതുകൊണ്ട് എന്തിനാണത്? നമ്മൾ ആ റബ്ബിൽ തവക്കുൽ ചെയ്യാൻ. അതുകൊണ്ടാ മുഅ്മിനോട് അത് പറഞ്ഞത്, ഹുവ മൗലാന, അവനാണ് നമ്മുടെ എല്ലാത്തിനുമുള്ള ആശ്രയിക്കാൻ പറ്റിയ, നമുക്കെല്ലാത്തിനും തുണയായിട്ടുള്ളത് അള്ളാഹുവാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. തരാൻ കഴിവുള്ള, എടുക്കാൻ കഴിവുള്ള ആ നാഥനിൽ തവക്കുൽ ചെയ്യുക. ഇത്ര സിമ്പിളാണ്. വിശ്വാസിക്ക് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. അത് അവിടെ തന്നെ അള്ള പറഞ്ഞേ, എന്തിനാ നിന്നിൽ നിന്ന് അത് എടുത്തത് എന്തിനാ? നിനക്ക് നിന്റെ ക്ഷമയെ എത്രത്തോളം ക്ഷമിക്കും എന്ന് നോക്കാൻ വേണ്ടിയാ. അതിന്റെ പേരിൽ നിനക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് നീ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാ. നിരാശപ്പെടണ്ട, ഞാൻ എടുത്താണ്, ഞാനാണത് തന്നത്, ഞാനത് എടുത്തതാണ്. നീ നിരാശപ്പെടേണ്ടതില്ല. ഇനി നിനക്ക് കിട്ടിയതിനെ സംബന്ധിച്ച് വലാ തഫറഹു, നീ അങ്ങേയറ്റം ആഹ്ലാദിച്ചുകൊണ്ട് മതിമറന്നുകൊണ്ട് ജീവിക്കുകയും വേണ്ട. അതിനു വേണ്ടിയാ. ഇപ്പൊ എന്ത് നിങ്ങൾക്ക് കിട്ടീനോ? പടച്ചോൻ അള്ളാഹുവിന്റെ അറിവോട് കൂടി കിട്ടിയാണ്. എന്തെടുക്കണോ അതൊക്കെ റബ്ബിന്റെ അറിവോട് കൂടിയാ. എന്ത് ചെയ്താൽ മതി? ആ തരാൻ കഴിവുള്ള നാഥനോട് ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ഞാനത് അവിടെ പോയതുകൊണ്ടാ, ആ വണ്ടിയിൽ കയറിയത് കൊണ്ടാ, ഇന്ന മാസം കുടിയിരുന്നത് കൊണ്ടാ, ഇന്ന മാസത്തിൽ നിശ്ചയിച്ചത് കൊണ്ടാ പറയാനേ പാടില്ല. ഓക്കെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ഇന്ന സമയത്ത് ആ ഒരു ഇതിൽ ഞാൻ തീരുമാനത്തിൽ പിന്നെ ഒപ്പിട്ട് പോയി, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ആ വണ്ടിയിലൊന്ന് കയറിപ്പോയി, ആ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ഇരുന്നു പോയി എന്ന് ഒന്നിന്റെ പര്യവസാനം ഇന്ന രൂപത്തിലായി എന്നത് ഇന്നത് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ശപിക്കുവാൻ, അള്ളാഹുവിനെ ചീത്ത പറയുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനിന് കഴിയില്ല. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. തന്നത് നാഥനാണെങ്കിൽ ആ നാഥനോട് തന്നെ നമ്മൾ ചോദിക്കുക. അല്ലാതെ ചീത്ത പറയുന്ന ഖലല്ലാഹു അസ്സ വജല്ല ഇബ്നു ആദം എന്നെ ഉപദ്രവിക്കുന്നു, യസുബ്ബുദ്ദഹ്റ കാലത്തെ ചീത്ത പറയുന്നു, വഅന അദ്ദഹ്റു ഞാനാണ് കാലം, ബിയദിൽ അംറു എന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും, ഉഖലിബുൽ ലൈല വന്നഹാറ രാത്രിയും പകലുമെല്ലാം മാറ്റുന്നത് ഞാനാണ്. പടച്ചതമ്പുരാനും ആ റബ്ബിനെ ചീത്ത പറഞ്ഞ് ഒരു നഹ്സായ ദിവസമാണ്, അല്ലെങ്കിൽ നഹ്സായ സമയത്തായിപ്പോയി, മാസത്തിലായിപ്പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെടാൻ വിശ്വാസിക്ക് അർഹതയില്ല. വിശ്വാസി അല്ലാഹ്, ഇത് പടച്ചോൻ തീരുമാനം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് കുറച്ചുകൂടി വേണം. ആ തരാൻ കഴിവുള്ള നാഥനോട് ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചു നോടും. അതാണ് വിശ്വാസി ചെയ്യേണ്ടത്. അവിടെ നിരാശപ്പെട്ട് നിൽക്കുകയല്ല. പ്രത്യേകിച്ച് ഈ നഹ്സ് എന്ന് പറയുന്ന പദം തന്നെ വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്താ പ്രയോഗിച്ചു.
ആ രണ്ട് സ്ഥലവും അവിശ്വാസികൾക്ക് നൽകിയ ശിക്ഷയുടെ ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹാസാത്തിൻ ലിനുദീഖഹും അദാബൽ ഖിസ്യ ഫിദ്ദുനിയ വൽ അദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. അതായത് അവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയ ആ സന്ദർഭത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവർക്ക് അത് വല്ലാത്ത ഒരു പ്രയാസത്തിന്റെ ദിവസമായിട്ടാണ് അള്ളാഹു അവർക്ക് അത് കൊടുത്തത്. അത് അവരെ ആസ്വദിപ്പിക്കുകയും ആ ശിക്ഷ അവർക്ക് ആസ്വദിപ്പിക്കുകയും ചെയ്തു. അതായത് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത ആ പ്രയോഗം ഒരു സ്ഥലത്തുള്ളത് സൂറത്തുൽ ഫുസ്സിലത്ത്, രണ്ടാമത്തത് സൂറത്തുൽ ഖമറിലും അതേപോലെ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറ, അവർക്ക് മേൽ ആ കാറ്റിനെ തുടർച്ചയായി കാറ്റ് നമ്മൾ അടിച്ചു. ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, ആ ഒരു മോശപ്പെട്ട ദിവസത്തിൽ അവർക്ക് പ്രയാസകരമായ ഒരു ദിവസത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി എന്നാണ്. അപ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് ഇറക്കിയിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ് ഈ ഒരു പ്രയോഗം തന്നെ വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ഒരു നിലക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളുടെ ദിനമായി ഈ ദിവസത്തെ നമ്മൾ കാണരുത്. മറ്റൊന്ന്, ഈ മുഹറം മാസം എന്ന് പറയുന്നത് അത് ഒരു ഹിജ്റ വർഷത്തിന്റെ ആരംഭമാണ്. യഥാർത്ഥത്തിൽ ഹിജ്റ വർഷത്തിന്റെ ആരംഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ ആ സന്ദർഭത്തെ തൊട്ടാണ് അതിന്റെ കലണ്ടർ ഉണ്ടാക്കുന്നത്. ഹിജ്റയെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഒരു നാട്ടിൽ നിന്ന് തന്റെ കുടുംബത്തെയും വീടും എല്ലാം ഉപേക്ഷിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള പാലായനം. ആ ഹിജ്റയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ദഅവത്തിന് വേണ്ടി നമ്മൾ ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു പക്ഷേ നമ്മുടെ വീടും നാടും ഒക്കെ വിട്ടുപോകേണ്ടി വരും. നമ്മൾ ഈ ഇസ്ലാമിക പ്രബോധനം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ ഒരു പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഒന്ന് അകലത്തേക്ക് പോണ്ടി വരും. ആ പോണ്ടി വന്നാൽ നമ്മൾ പോകും, അതിന്റെ ഒരു ബാധ്യതയാണ്. അതുപോലെ ഈ ഹിജ്റയിൽ നമ്മൾ ഓർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, നമ്മുടെ ജീവിതത്തിലെ സകലതും പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തുകൾ തരുന്നത് പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാൻ തന്ന നിഅമത്തുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. അതിന് നമുക്കുള്ള അവസരം ഒരുപക്ഷെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവും. ആ സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ നമുക്കുണ്ടാവും ഒരുപാട് അവസരങ്ങൾ ഈ ദീന് പ്രബോധനം ചെയ്യാൻ. നമുക്ക് കിട്ടിയ ഡിവൈസുകൾ തന്നെ മതി. ആ ഡിവൈസുകളിലൂടെ നമുക്ക് എത്ര ദീനിയായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ആ ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഇവരൊക്കെ നാട് വിട്ടുപോയ ആളുകളാണ്. നമ്മളോ നാട് വിടണ്ട. ഒരു ദിവസം ഒരു നന്മയെങ്കിലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ എന്ന് ഈ ഹിജ്റയുടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഗതികൾക്കും ഒരു പ്ലാനിങ് വേണം. ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഏർപ്പെടുന്ന ജോലികളിലും നമ്മൾ ഏർപ്പെടുന്ന ദീനിയായ കാര്യങ്ങളിലും ഒക്കെ ഈ പ്ലാനിങ് വേണം. അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തുകയാണ്. അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരശേഖരണത്തിന്, അബൂബക്കറിന്റെ മകനെ വിവരശേഖരണത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആമിർ എന്ന് പറയുന്ന ഒരാളെ വഴി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അതുപോലെ ആട്ടിനെയും പാലും ഒക്കെ എത്തിക്കാനുള്ള ഡ്യൂട്ടിയും ആമിറിനാണ്. അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹുവിനാണ് ഭക്ഷണം തയ്യാറാക്കാനുള്ള ഡ്യൂട്ടി. ഇങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു യാത്രക്ക് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി, ഒരു സംഗതിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് തികഞ്ഞ പ്ലാനിങ് ഉണ്ടാകണം എന്ന് ഹിജ്റ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് ഹിജ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ പുറപ്പെടുന്നത് റബ്ബിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത്
മുഅ്മിനിന്റെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ന് ഈ ഹിജ്റ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങാണ്. അള്ളാന്റെ റസൂലിന് ശത്രുക്കളാണ് എല്ലാ ഭാഗത്തും. പക്ഷെ അള്ളാന്റെ റസൂൽ നോക്കൂ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിൽ ചുറ്റിനും ശത്രുക്കളല്ലേ. പുറത്തേക്ക് നോക്കുമ്പോ എല്ലാരും വാളെടുത്ത് നിൽക്കുകയാണ്. എന്നെ വെട്ടാൻ വേണ്ടി. നോക്കൂ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച തമ്പുരാനിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങാൻ അള്ളാന്റെ കൽപ്പന കിട്ടുന്നു, ഇറങ്ങുന്നു. ഒരു പിടി മണ്ണെടുത്ത് അള്ളാന്റെ റസൂൽ ഒന്ന് വിതറും. എല്ലാവരുടെ കണ്ണിലും അതാകുന്നു. റസൂല് നേരെ അബൂബക്കർ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സൗർ ഗുഹയിലേക്ക് അവിടെ പോവാണ്. ഈ 3 ദിവസം അവിടെ താമസിക്കുന്നു. തിരിച്ച് ആ വഴി പോലും ശത്രുക്കൾക്ക് തെറ്റിപ്പോകുന്ന രൂപത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടതെങ്കിൽ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ 3 ദിവസം താമസിക്കുന്നു. ശത്രുക്കൾ അവര് അന്ന് രാത്രി രാവിലെ പ്രവാചകനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഇങ്ങോട്ടാണ് പോവുക. കാരണം മദീനയിലേക്കുള്ള റൂട്ട് ഇതാണ്. പ്രവാചകൻ 3 ദിവസവും ഇവിടെയാണ്. ശത്രുക്കൾ എത്ര പോയിട്ടും പ്രവാചകനെ കാണുന്നില്ല. ഈ വഴിയല്ലാതെ അങ്ങോട്ട് പോകാനില്ല. അവർ പോയി തപ്പിയിട്ട് കാണാതിരും. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ഹിജ്റയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കുൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നത് നമുക്കുണ്ടാകണം എന്ന കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ മാർഗത്തിലേക്ക് ഇറങ്ങാൻ നമ്മളും ആ ഒരു രൂപം നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിപ്പം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വലുത് എന്ന് പറയുന്നത് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നിടത്തേക്ക് നമ്മൾ എത്തരുത്. നമുക്കിതൊക്കെ തന്ന റബ്ബാണ്. ആ റബ്ബിന്റെ കാര്യമാണ് ഒന്നാമത്. ഏതൊരു കാര്യം ആലോചിക്കുമ്പോഴും ഏതൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിൽ ഇസ്ലാം അല്ലെ മുസ്ലിം, എന്റെ ഇസ്ലാമികപരമായ സംഗതി എന്താണ്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ എന്താ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഇസ്ലാം നോക്കുക. അങ്ങനെ ഒന്നും ചെയ്യേണ്ടതൊക്കെ അറിയായിരുന്നു, പക്ഷെ എന്ത് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനല്ലേ, അതുകൊണ്ട് ചെയ്ത ഒരു ന്യായീകരണവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല. ആദ്യം നോക്കുക അല്ലാഹ് ആ തരുന്നത് ഏതാണോ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അവസരങ്ങൾ. ആ അവസരങ്ങളിൽ നമ്മൾ ആദ്യം ഒരു പൈസ എടുക്കണം. പൈസ അത്യാവശ്യം ഒന്നും നമ്മൾ എടുക്കുന്ന ആ പൈസ അത് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യം ആലോചിക്കേണ്ടതാണ്. അല്ലാതെ എടുത്തു കഴിഞ്ഞു ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിന്നിട്ട് പരീക്ഷ ആയിപ്പോയി എന്താക്കാനാ അങ്ങനെ പറഞ്ഞ് അവസാനം ഒരു വിഷമം പറയുക കാര്യമില്ല. ആദ്യം നോക്കണം ഒരു വീട്, ഒരു വസ്ത്രം, ഒരു വാഹനം, എന്താണോ നമ്മുടെ ജീവിതത്തിൽ അത് ആദ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് അല്ലാഹ് തരേണ്ട ആരാണ് പ്രിയപ്പെട്ടത്. ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മളെ പ്ലാനിങ് ആണ് സംഭവം. ഞാനുണ്ടാക്കിയ പ്ലാനിങ് ഉണ്ടല്ലോ അത് സംഭവാന്തേക്കുവാണ്. അള്ളൊന്ന് ഇടപെട്ടാൽ എത്ര വലിയ പ്ലാനിങ്ങും പരാജയപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, ചില ആളുകളെ കൊണ്ട് ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിമുട്ടിപ്പിക്കുന്നത് ഫസാദ് ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. റബ്ബിന്റെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ ആളും ദുർബലനായിരുന്നു. എന്താ വേണ്ടി? റബ്ബിലേക്ക്. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യാണ്. 1447 മുഹറം 2-ാം ദിവസമാണ് ഇന്ന്. നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഖബറിലേക്ക് അടുത്തിരിക്കുകയാണ്. ഒരു കവി സൂചിപ്പിച്ചതുപോലെ
വമൽ മർഉ ഇല്ലാ റാകിബുൻ ലഹറ ഉൻദിഹി അലാ സഫരി യഫീനഹു ബിൽ യൗമി വശഹരി യബീതു വയുദ്ഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയ ഖരീബൻ ഇലൽ ഖബർ. ഓരോ ആളുകളിലും അവര് ആ ഒരു യാത്ര, അവന്റെ വയസ്സെന്ന് പറയുന്ന യാത്രയുടെ മുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ, ഓരോ ദിവസവും മാസവും അവന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ രാത്രിയും പകലിലുമായി ഓരോ ദിവസത്തിലും അവൻ ജീവിച്ചു പോകുന്നു. ദുനിയാവിനെ തൊട്ട് അവൻ എങ്ങനെ ബഈദൻ അകന്നു പോകുന്നു, ഖരീബൻ ഇലൽ ഖബർ, ഖബറിലേക്ക് അവൻ എങ്ങനെ അടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? നമ്മൾ ഒറ്റയ്ക്ക് കിടക്കേണ്ട ആ ഖബറിൽ ചോദ്യം വരുമ്പോൾ ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി. നാളെ അടുത്ത നിമിഷം അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. സഹോദരിമാരെ, സഹോദരികളെ, ഏത് ഭൂമിയിൽ വെച്ചാണെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മാ ഖദ്ദമത് ലിഗദിൻ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ നഫ്സും, വാപ്പാന്റെ കബറിലേക്കുള്ള നോക്കണം, ഭാര്യന്റെ കബറിലേക്ക് നോക്കണം, അമ്മാന്റെ കബറിലേക്ക് നോക്കണം, മക്കള് നോക്കണം, ഓരോരുത്തരും. ഇന്ന് രാവിലെ എനിക്ക് എഴുന്നേൽക്കാനുള്ള അവസരം വന്നു. അള്ളാഹുവേ, നിന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മഹാഭാഗ്യം കിട്ടി. ജോലിക്ക് വേണ്ടി ഞാൻ പോയി, ഒരു അന്നം തേടിയുള്ള യാത്ര നടത്തി, ഒരു പ്രയാസമില്ലാതെ അവിടെ എത്തി, തിരിച്ചു വിടത്തി. അൽഹംദുലില്ലാ. ഇങ്ങനെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. മറവി വല്ലാത്ത ഒരു അസുഖമാണ്. മറവി ഒരു അനുഗ്രഹവുമാണ്, വലിയൊരു അസുഖവുമാണ്. പക്ഷെ റബ്ബിനെ മറക്കുന്നിടത്ത് സ്ഥിരമായി റബ്ബിനെ മാത്രം മറക്കുക, ബാക്കിയൊക്കെ ഓർമ്മ വരിക എങ്കിൽ അത് വേറെ അസുഖമാണ്. അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഒരു കവി സൂചിപ്പിക്കുന്നുണ്ട്, പുതുവർഷത്തെ സ്വീകരിക്കുന്ന സമയത്ത് ഫഹല്ലക അൻ തംഹു അദ്ദുനൂബ ബിഅബറത്തിൻ വതബ്ഖ അലൈഹാ ഹസ്റതൻ വതദമ്മ വതസ്തഖ്ബിൽ العام الجديد بتوبة لعلك أن تمحو بها ما تقدم. ഓരോ വർഷവും നീ ഇങ്ങനെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക, നിന്റെ തെറ്റുകളെ നീ മായ്ച്ചു കളയാൻ പറ്റിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ നിന്റെ പ്രവർത്തനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയുന്നുണ്ടോ? പുതിയ ഒരു വർഷത്തെ തൗബ കൊണ്ട് നീ സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളത്തെ നിന്റെ ജീവിതം നന്മയായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അള്ളാഹ് എല്ലാം പൊറുക്കാൻ തയ്യാറുള്ള റബ്ബാൻ. നമ്മളൊക്കെ എത്ര സമയം പഠിച്ചവനെ മറന്നുകഴിഞ്ഞു. എന്നാലും പഠിച്ചവൻ പറയാണ് സാരല്ല. കാരുണ്യവാനായ റബ്ബ് പറയാണ് സാരല്ലടോ, എന്നെ മറന്നോണ്ടാണ് ഇത്രയും സമയം നീ ജീവിച്ചത്. കുറഞ്ഞ സമയം എന്നെ ഓർത്തല്ലോ. ആ ഓർത്തത് പരിഗണിച്ചുകൊണ്ട്, പോസിറ്റീവ് നോക്കി റബ്ബിന്റെ പോസിറ്റീവ്, ആ ഓർത്തത് പരിഗണിച്ചുകൊണ്ട് എന്താ നിന്റെ ആവശ്യം തരാൻ റബ്ബ് തയ്യാറാണ്. ചോദിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തരാൻ തയ്യാറുള്ള ഒരു നാഥന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധ്യം നമുക്ക് വേണം. തെറ്റിനെ സംബന്ധിച്ച് പൊറുക്കലിന് വേണ്ടി ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യം ലഭ്യമാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ കൊണ്ടുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ മജ്ജ മാറ്റി വെച്ചു. അൽഹംദുലില്ലാ, വലിയ ഒരു സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആശുപത്രി വിട്ടിട്ടില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിക്ക് എല്ലാ നിലക്കുമുള്ള ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവേ, അവർക്കെല്ലാം നീ ഷിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, ഭർത്താവിന്റെ രോഗത്തിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ഭാര്യമാരുണ്ട്, ഭാര്യമാരുടെ രോഗത്തിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്. പലതരത്തിൽ ആളുകളും മാനസികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹുവേ, അവരെല്ലാം അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ അല്ലാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളിൽ ജയിലിൽ വിചാരണ കൂടാതെ തടവ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ്. അള്ളാഹുവേ, അങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹുവേ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണ റഹ്മാനെ. അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ അള്ളാഹുവേ, അവർക്ക് നീ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു അവസ്ഥയെ പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.